ഫാബ്രിക്കേഷൻ്റെ വേസ്റ്റ് വരുന്ന ഷീറ്റുകളാണ് അതൊക്കെ ഞങ്ങൾ കളക്ട് ചെയ്ത് കൊണ്ടുവന്നിരിക്കുന്നത് ഗാർഡനിൽ വിരിക്കാനാണ്. അതിൻ്റെ മുകളിലാണ് നമ്മൾ മെറ്റൽ വിരിക്കാൻ പോകുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് ശനിയും ഞായറൊക്കെ കിട്ടിയ ഒഴിവ് ദിവസങ്ങളിലായിട്ടാണ് ഈ ഒരു പണി ചെയ്തത്. അതുവരെ നമ്മുടെ ഗാർഡൻ്റെ പണിയൊക്കെ സ്തംഭനത്തിലായിരുന്നു. നമ്മുടെ ചെറിയ മോളും ഹെൽപ്പ് ചെയ്യാൻ വന്നിട്ടുണ്ട്. ഞങ്ങളെല്ലാവരും കൂടിയാണ് ഈ ഒരു പണി ചെയ്തത്. ഫുള്ളും ഇങ്ങനെ അടുക്കി വെച്ചിട്ടുണ്ട്. കുറച്ച് ഭാഗത്തേക്ക് തികഞ്ഞില്ല, എന്നാലും ഇട്ടിട്ടുണ്ട്. ഇനി നമ്മൾ അതിൻ്റെ മുകളിൽ സാരിയാണ് വിരിക്കുന്നത്. നല്ല പോളിസ്റ്റർ സാരി വിരിച്ചാൽ കുറേ നാൾ അത് മണ്ണിനടിയിൽ കിടന്നോളും. നമ്മൾ ഷീറ്റ് വിരിക്കുന്നതിൽ നല്ലത് പോളിസ്റ്റർ സാരി വിരിക്കുന്നതാണ്. അതിൻ്റെ മുകളിലാണ് നമ്മൾ മെറ്റൽ ഇടുന്നത്. ഇങ്ങനെ ചെയ്യുന്നത് നമ്മൾ പെർമനൻ്റ് ആയിട്ടാണ് ചെയ്യുന്നത്. നമുക്കിനി ഭാവിയിൽ മണ്ണിൽ വല്ല ചെടികൾ വെക്കണമെന്ന് തോന്നിയാൽ നമുക്ക് അങ്ങനെ വെക്കാനൊന്നും പറ്റില്ല. അപ്പം നമ്മളതൊക്കെ മുൻകൂട്ടി പ്ലാൻ ചെയ്തുകൊണ്ട് വേണം ഏതൊക്കെ ഏരിയയിൽ ഇങ്ങനെ ചെയ്യണമെന്ന് നമ്മൾ തീരുമാനിക്കാനായിട്ട്. നമുക്ക് ചെടി വെക്കാനുള്ള ഭാഗം ഒഴിച്ചിട്ടിട്ട് ബാക്കിയുള്ള ഭാഗത്ത് നമുക്ക് ഇങ്ങനെ ഷീറ്റ് വിരിക്കാം. പ്ലാസ്റ്റിക് ഷീറ്റ് വിരിക്കുന്നതിലും നല്ലതാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇങ്ങനത്തെ വേസ്റ്റ് കിട്ടുന്നവരുണ്ടെങ്കിൽ അങ്ങനെ ഇടുക, അല്ലെങ്കിൽ സാരി വിരിച്ചിട്ട് സാരിയിൽ മെറ്റൽ ഇടുന്നതായിരിക്കും നല്ലത്. നിങ്ങൾക്ക് ഇതിലെന്തെങ്കിലും അഭിപ്രായങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ഇടാം കേട്ടോ. നമ്മുടെ ഗാർഡനിലെ പണികളൊന്നും തീർന്നിട്ടില്ല. സൈഡിലൊക്കെ ഷീറ്റ് കൊണ്ട് കെട്ടാനുണ്ട്. ഇനി പെയിൻറ്റിംഗ് ഒക്കെ ഉണ്ട്. പിന്നെ അവിടെ ഇവിടെയൊക്കെ ഇരിക്കുന്ന നമ്മുടെ ചെടികളൊക്കെ അറേഞ്ച് ചെയ്ത് വെക്കലും വലിയൊരു പണി തന്നെയാണ്. എത്ര ദിവസം കൊണ്ട് ഇതൊന്നും കംപ്ലീറ്റ് ആകുമെന്ന് നമുക്കറിയില്ല. മനോഹരമായൊരു ഗാർഡൻ ആവുന്നത് വരെ നമുക്ക് കാത്തിരിക്കാം. ടാറ്റാ, ബൈ.